ഇരിങ്ങാലക്കുട രൂപതയിലെ മതബോധന അധ്യാപകരുടെ പരീക്ഷയായിട്ട് ഈ വർഷം നൽകപ്പെട്ടിട്ടുള്ള പഠന വിഷയം ഭാഗങ്ങളുമാണ് ഈ എപ്പിസോഡിൽ അവതരിപ്പിക്കുന്നത്. CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ പഠന ഭാഗങ്ങൾ ഈ വർഷം 2 മാർക്കിന്റെ 20 ചോദ്യങ്ങളും 5 മാർക്കിന്റെ 2 ചോദ്യങ്ങളും, അങ്ങനെ മൊത്തം 50 മാർക്കിലായിരിക്കും പരീക്ഷ. 2 മാർക്കിന്റെ 20 ചോദ്യങ്ങൾക്ക് പഠിക്കാനായിട്ട് 84 ചോദ്യങ്ങളും 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾക്കായിട്ട് പഠിക്കാനായിട്ട് 6 ചോദ്യങ്ങളും, അങ്ങനെ മൊത്തം 84 മാർക്ക് 90 ചോദ്യങ്ങളാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ആ ചോദ്യാവലി പഠന ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചോദ്യം നമ്പർ 1. വിശ്വാസ പ്രമാണത്തിൽ സഭ എന്ത് ഏറ്റുപറയുന്നു? ഉത്തരം: 2 കാര്യങ്ങളാണ് ഏറ്റുപറയുന്നത്. 1 ത്രിത്വ രഹസ്യം, 2 സർവസൃഷ്ടി ജാലങ്ങളെ സംബന്ധിച്ച ദൈവിക പദ്ധതിയുടെ രഹസ്യം. ചോദ്യം നമ്പർ 2. ദൈവം തന്റെ ഹിതത്തിന്റെ രഹസ്യം എങ്ങനെ നിറവേറ്റുന്നു? ഉത്തരം: ലോകരക്ഷയ്ക്കും ദൈവനാമ മഹത്വത്തിനും വേണ്ടി പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നൽകിക്കൊണ്ട് ദൈവം തന്റെ ഹിതത്തിന്റെ രഹസ്യം നിറവേറ്റുന്നു. ചോദ്യം നമ്പർ 3. എന്താണ് വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞ രഹസ്യത്തിന്റെ പദ്ധതി? ഉത്തരം: ദൈവിക പദ്ധതി അനുസരിച്ച് വെളിവാക്കപ്പെടുകയും ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്ത ക്രിസ്തു രഹസ്യത്തെയാണ് പൗലോസ്ലീഹ രഹസ്യത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞത്. ചോദ്യം നമ്പർ 4. എന്താണ് ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം? ഉത്തരം: പീഠാസഹനം, ഉത്ഥാനം, സ്വർഗാരോഹണം ഇവ അടങ്ങുന്നതാണ് പെസഹ രഹസ്യം. ചോദ്യം നമ്പർ 5. ക്രിസ്തുവിന്റെ പെസഹ രഹസ്യം സഭ എവിടെയാണ് ആഘോഷിക്കുന്നത്? ഉത്തരം: ആരാധന ക്രമത്തിലാണ് സഭ ആഘോഷിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും. ഈ ആരാധനാ ക്രമത്തിലൂടെയാണ് വിശ്വാസികൾ ക്രിസ്തു രഹസ്യത്തെയും സഭയുടെ സ്വഭാവത്തെയും തങ്ങളുടെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്നതും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നതും. ചോദ്യം നമ്പർ 6. പുതിയ നിയമത്തിലെ ലിറ്റർജി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം: ദൈവാരാധന, സുവിശേഷ പ്രഘോഷണം, പരസ്നേഹ പ്രവർത്തനം ഇവയാണ് ലിറ്റർജി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ലിറ്റർജിയിലൂടെ സഭ യേശുവിന്റെ പ്രവാചക, രാജകീയ, പൗരോഹിത്യ ധർമ്മത്തിൽ പങ്കുചേരുന്നു. ചോദ്യം നമ്പർ 7. വിശ്വാസികളുടെ ജീവിതത്തിൽ ആരാധനാക്രമം പുറപ്പെടുവിക്കുന്ന ഫലങ്ങൾ ഏവ? ഉത്തരം: 3 ഫലങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് ആത്മാവിലുള്ള നവജീവൻ, രണ്ടാമതായിട്ട് സഭാ ദൗത്യത്തിലെ പങ്കുചേരൽ, മൂന്നാമതായി സഭാ ഐക്യത്തിനുള്ള ശുശ്രൂഷ. ചോദ്യം നമ്പർ 8. ദൈവജനത്തിന്റെ മതബോധനത്തിനുള്ള പ്രധാന സ്ഥാനമാണ് ആരാധനാക്രമം. എന്തുകൊണ്ട്? ഉത്തരം: സഭാ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കുന്ന പരമമായ സ്ഥാനവും സർവശക്തിയും പുറപ്പെടുന്ന ഉറവിടവുമാണ് ആരാധനാക്രമം. ചോദ്യം നമ്പർ 9. ആരാധനാക്രമ മതബോധനത്തിന്റെ ഉദ്ദേശം എന്ത്? ഉത്തരം: ക്രിസ്തു രഹസ്യത്തിലേക്ക് ദൈവജനത്തെ പ്രവേശിപ്പിക്കുകയാണ് ആരാധനാക്രമ മതബോധനത്തിന്റെ ഉദ്ദേശം. ക്രിസ്തു രഹസ്യം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നത് കുറച്ചും കൂടി ഇതിനെ എളുപ്പത്തിൽ പഠിക്കാൻ ഉപകരിക്കും. ക്രിസ്തുവിന്റെ ജനനം, പരസ്യ ജീവിതം, മരണം, ഉത്ഥാനം, 2ാം വരവ് ഇവ അടങ്ങുന്നതാണ് ക്രിസ്തു രഹസ്യം. തുടർന്നുള്ള നമ്മുടെ പഠനഭാഗത്ത് ഇതെങ്ങനെ ക്രിസ്തു രഹസ്യം എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എളുപ്പമുണ്ടാകും. ചോദ്യം നമ്പർ 10. കൗദാശിക പദ്ധതി എന്നാൽ എന്ത്? ഉത്തരം: പന്തക്കുസ്തായിലൂടെ പരിശുദ്ധാത്മാവിനെ നൽകി സഭയ്ക്ക് ആരംഭം കുറിച്ചു. ക്രിസ്തുവിന്റെ രക്ഷാകർമ്മത്തെ ആരാധനാ ക്രമത്തിലൂടെ വെളിവാക്കുകയും സന്നിഹിതമാക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ഇന്നും നവമായ രീതിയിൽ നമ്മോടുകൂടെ ജീവിക്കുന്നു, കൂദാശകളിലൂടെ പ്രവർത്തിക്കുന്നു. ഇതിനെയാണ് പൗരസ്ത്യ പാശ്ചാത്യ പാരമ്പര്യങ്ങളിൽ കൗദാശിക പദ്ധതി എന്ന് വിളിക്കുന്നത്. ചോദ്യം നമ്പർ 11. ആരാധനാക്രമത്തിൽ ദൈവിക ആശീർവാദങ്ങൾ പൂർണ്ണമായി പകർന്നു നൽകപ്പെടുന്നത് എങ്ങനെ? ഉത്തരം: ആരാധനാക്രമ ആഘോഷത്തിൽ പിതാവായ ദൈവം അംഗീകരിക്കപ്പെടുകയും
ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പിതാവായ ദൈവം തന്റെ ആശീർവാദങ്ങൾ നിറയ്ക്കുന്നു. ക്രിസ്തു നമ്മിലേക്ക് പരിശുദ്ധാത്മാവിനെ ചൊരിയുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ആരാധനാക്രമം. ചോദ്യം നമ്പർ 12. അപ്പസ്തോലിക പിന്തുടർച്ച എന്നത് വിശദമാക്കുക. ഉത്തരം: ക്രിസ്തു പരിശുദ്ധാത്മാവ് വഴി അപ്പസ്തോലന്മാർക്ക് വിശുദ്ധീകരണാധികാരം ഏൽപ്പിച്ചു. ഇങ്ങനെ അപ്പസ്തോലന്മാർ ക്രിസ്തുവിന്റെ കൗദാശിക അടയാളമായി തീർന്നു. അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തങ്ങളുടെ പിൻഗാമികളെ ഈ അധികാരം ഏൽപ്പിച്ചു. ഈ പിന്തുടർച്ച സഭയുടെ ആരാധനാ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നു. ചോദ്യം നമ്പർ 13. ക്രിസ്തു തന്റെ സഭയിൽ സദാ സന്നിഹിതനാണ്, പ്രത്യേകിച്ച് അവരുടെ ആരാധനാഘോഷങ്ങളിൽ. വിശദമാക്കുക. 5 പോയിന്റുകളാണ് ഇതിന് ഉത്തരമായിട്ടുള്ളത്. ഒന്നാമത്തെ പോയിന്റ്: വിശുദ്ധ കുർബാനയിൽ ദൈവിക ശുശ്രൂഷകന്റെ വ്യക്തിത്വത്തിൽ സന്നിഹിതനായിരിക്കുന്നു. 2. അപ്പത്തിലും വീഞ്ഞിലും അവിടുന്ന് സന്നിഹിതനാണ്. 3. കൂദാശകളിൽ സന്നിഹിതനാണ്. 4. ദൈവവചനത്തിൽ സന്നിഹിതനാണ്. 5. സഭയുടെ പ്രാർത്ഥനകളിൽ, സങ്കീർത്തനാലാപനങ്ങളിൽ അവിടുന്ന് സന്നിഹിതനാണ്. ചോദ്യം നമ്പർ 14. സഭയുടെ ആരാധനാക്രമം പഴയ നിയമത്തിലെ ആരാധനയിലെ ചില ഘടകങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അവ ഏവ? 3 പോയിന്റ്സ് ആണ്. 1. പഴയ നിയമ വായന. 2. സങ്കീർത്തനങ്ങൾ ചേർത്തുള്ള പ്രാർത്ഥന. 3. രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണം. ചോദ്യം നമ്പർ 15. റൂഹാക്ഷണ പ്രാർത്ഥന അഥവാ എപ്പിക്ലേസിസ് എന്നതുകൊണ്ട് എന്ത് അർത്ഥമാക്കുന്നു? ഉത്തരം: പുരോഹിതന്റെ മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇത്. പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പിതാവിനോട് യാചിക്കുന്നു. അപ്പവും വീഞ്ഞും ശരീര രക്തങ്ങളായി മാറുന്നതിനും അവ സ്വീകരിക്കുന്ന വിശ്വാസികൾ ദൈവത്തിനുള്ള ബലിവസ്തുവായി മാറുന്നതിനും വേണ്ടിയാണ് ഇത്. ചോദ്യം നമ്പർ 16. സഭയുടെ ലിറ്റർജിയിൽ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം എന്ത്? ഉത്തരം: ക്രിസ്തുവുമായുള്ള കൂടിച്ചേരലിന് സമൂഹത്തെ ഒരുക്കുക, സമൂഹത്തിൽ വിശ്വാസത്തോടെ ക്രിസ്തുവിനെ അവതരിപ്പിക്കുക, സഭയിൽ ഐക്യത്തെ ഫലമണിയിക്കുക. ഇവയാണ് ലിറ്റർജിയിൽ പരിശുദ്ധാത്മാവിന്റെ ദൗത്യം. ചോദ്യം നമ്പർ 17. ക്രൈസ്തവ സഭയിലെ 7 കൂദാശകൾ ഏതെല്ലാം? ഉത്തരം: മാമോദീസ, സ്ഥൈര്യലേപനം, മൂറോൻ അഭിഷേകം എന്നും സ്ഥൈര്യലേപനം പറയും, കുർബാന, കുമ്പസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ചോദ്യം നമ്പർ 18. കൂദാശകൾ 2 അർത്ഥത്തിൽ സഭയുടേതാണ്. അവളിലൂടെ ഉള്ളവ, അവൾക്ക് വേണ്ടിയുള്ളവ. വിശദമാക്കുക. ഉത്തരം: അവളിലൂടെ ഉള്ളവ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെയുള്ള ക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ അടയാളം. അവൾക്ക് വേണ്ടിയുള്ളവ എന്ന് പറഞ്ഞാൽ കൂദാശകൾ സഭയെ പണിതുയർത്തുന്നു എന്നുള്ളതാണ്. ചോദ്യം നമ്പർ 19. കൗദാശികമായ മുദ്ര അഥവാ അടയാളം, കൃപാവരം നൽകുന്ന കൂദാശകൾ ഏതെല്ലാം? എന്തുകൊണ്ട് ഈ കൂദാശകൾ ആവർത്തിക്കാവുന്നതല്ല? ഉത്തരം: മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. ഈ 3 കൂദാശകളാണ് കൗദാശികമായ മുദ്ര അഥവാ അടയാളം, കൃപാവരം നൽകുന്ന കൂദാശകൾ. ഇവ വഴി ക്രൈസ്തവൻ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നു, സഭയുടെ ഭാഗമാക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വഴി ക്രിസ്തുവിനോടും സഭയോടുമുള്ള അനുരൂപപ്പെടൽ മായ്ക്കാനാവാത്തതാണ്. തന്മൂലം ഈ കൂദാശകൾ ആവർത്തിക്കാവുന്നതല്ല. ചോദ്യം നമ്പർ 20. കൂദാശകളുടെ ലക്ഷ്യമെന്ത്? ഉത്തരം: മനുഷ്യരെ വിശുദ്ധീകരിക്കുക, സഭയെ പടുത്തുയർത്തുക, ദൈവാരാധന സമർപ്പിക്കുക. ഇവയാണ് കൂദാശകളുടെ ലക്ഷ്യങ്ങൾ. ചോദ്യം നമ്പർ 21. കൗദാശിക കൃപാവരം എന്നാൽ എന്ത്? ഫലം എന്ത്? ഉത്തരം: ക്രിസ്തുവിനാൽ നൽകപ്പെടുന്നതാണ് കൗദാശിക കൃപാവരം. ഓരോ കൂദാശിക്കുമുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപാവരമാണ് അത്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിലൂടെ ദൈവപുത്രനോട് അനുരൂപരായി സുഖപ്പെടുകയും ചെയ്യും. വിശ്വാസികളെ ഏകജാതനോട് ഐക്യത്തിൽ ഒന്നിപ്പിക്കുന്നതാണ് കൗദാശിക ജീവിതത്തിന്റെ ഫലം. ചോദ്യം നമ്പർ 22. കൂദാശകൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം: കൂദാശകൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് വചനത്താലും വിശ്വാസത്താലും വിശ്വാസികളെ ഒരുക്കുന്നു.
അങ്ങനെ കൂദാശകൾ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ചോദ്യം നമ്പർ 23. വെളിപാട് 22:1 പ്രതിപാദിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പ്രതീകം എന്താണ്? ഉത്തരം: ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതും സ്ഫടികം പോലെ തെളിഞ്ഞതുമായ ജീവജലത്തിന്റെ നദി. ചോദ്യം നമ്പർ 24. ആരെല്ലാമാണ് ക്രിസ്തുവിൽ സമാഹരിക്കപ്പെട്ട് ദൈവസ്തുതിയുടെയും അവിടുത്തെ പദ്ധതിയുടെ നിറവേറ്റലിന്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ? ഉത്തരം: സ്വർഗീയ ശക്തികൾ, സൃഷ്ടി മുഴുവനും, പഴയതും പുതിയതുമായ ഉടമ്പടികളുടെ സേവകർ, ദൈവത്തിന്റെ പുതിയ ജനം, രക്തസാക്ഷികൾ, ദൈവമാതാവ്, ഓരോ ദേശത്തു നിന്നും, എല്ലാ ഗോത്രങ്ങളിൽ നിന്നും, ജനതകളിൽ നിന്നും, ഭാഷകളിൽ നിന്നുമുള്ള ആർക്കും എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത വലിയൊരു ജനക്കൂട്ടം. ചോദ്യം നമ്പർ 25. കൗദാശിക ആരാധന ആഘോഷിക്കുന്നവർ ആരാണ്? ഉത്തരം: സമൂഹം മുഴുവൻ. ആരാധനാക്രമങ്ങൾ സ്വകാര്യ കർമ്മങ്ങളല്ല. മെത്രാന്മാരുടെ അധികാരത്തിന് കീഴിൽ ഒന്നിപ്പിക്കപ്പെടുകയും ക്രമീകരിക്കപ്പെടുകയും ചെയ്ത വിശുദ്ധ ജനമാണ് കൗദാശിക ആരാധന ആഘോഷിക്കുന്നത്. ചോദ്യം നമ്പർ 26. ഏതെല്ലാം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ് കൗദാശിക ആരാധന ആഘോഷിക്കപ്പെടുന്നത്? 4 അടയാളങ്ങളിലൂടെയാണ് കൗദാശിക ആരാധന ആഘോഷിക്കപ്പെടുന്നത്. ഒന്നാമതായിട്ട് മനുഷ്യലോകത്തിലെ അടയാളങ്ങൾ, 2 ഉടമ്പടിയുടെ അടയാളങ്ങൾ, 3 ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ, 4 കൗദാശിക അടയാളങ്ങൾ. ചോദ്യം നമ്പർ 27. പഴയ നിയമത്തിലെ ആരാധനാപരമായ അടയാളങ്ങൾ ഏവ? ഉത്തരം: ചേതനാചാരം, രാജാക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും തൈലാഭിഷേകവും സമർപ്പണവും, കൈവെപ്പ്, ബലികൾ, സർവോപരി പെസഹ. ചോദ്യം നമ്പർ 28. ക്രിസ്തുവിനാൽ സ്വീകരിക്കപ്പെട്ട അടയാളങ്ങൾ ഏവ? ഉത്തരം: സൃഷ്ടിയുടെ അടയാളങ്ങൾ, ഭൗതികമായ അടയാളങ്ങൾ, പ്രതീകാത്മകമായ പ്രവർത്തികളാലുള്ള രോഗശാന്തി. പുറപ്പാടിനും പെസഹായ്ക്കും അവിടുന്ന് പുതിയ അർത്ഥം നൽകുന്നു. ചോദ്യം നമ്പർ 29. മറ്റേതൊരു കലയേക്കാളും ശ്രേഷ്ഠമാണ് സാർവത്രിക സഭയുടെ സംഗീത പാരമ്പര്യം എന്ന് പറയാൻ കാരണം എന്താണ്? ഉത്തരം: ആഘോഷപൂർവമായ ദൈവാരാധനയ്ക്ക് അവിഭാജ്യ ഭാഗമാണ് ഗാനാലാപനവും സംഗീതവും. അതിൽ വിശുദ്ധ സംഗീതവും വിശുദ്ധ വാക്കുകളും സമ്മേളിക്കുന്നു. ചോദ്യം നമ്പർ 30. ഗാനവും സംഗീതവും അടയാളങ്ങൾ എന്ന നിലയിൽ അവയുടെ ധർമ്മം നിറവേറ്റുന്നത് എങ്ങനെ? ഉത്തരം: പ്രാർത്ഥനയെ പ്രകടമാക്കുന്ന സംഗീത സൗന്ദര്യം, സമൂഹത്തിന്റെ ഒന്നിച്ചുള്ള പങ്കുചേരൽ, ആചരണത്തിന്റെ ആഘോഷപൂർവകമായ സ്വഭാവം, ഇവയിലൂടെ അടയാളങ്ങൾ എന്ന നിലയിൽ ധർമ്മം നിറവേറ്റുന്നു. ചോദ്യം നമ്പർ 31. കൗദാശിക ആരാധനയിലെ ഗാനാലാപനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ? ഉത്തരം: ഗാനത്തിന്റെ വാക്കുകൾ എപ്പോഴും കത്തോലിക്ക പ്രബോധനത്തിന് ചേരുന്നതായിരിക്കണം. വിശ്വാസികളുടെ സ്വരങ്ങൾ മുഴങ്ങത്തക്കതാകണം. വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ആരാധനാക്രമ സ്രോതസ്സുകളിൽ നിന്നും എടുത്തവ ആയിരിക്കണം. ചോദ്യം നമ്പർ 32. ആരാധനാക്രമ മത്സരത്തിൽ ക്രിസ്തു രഹസ്യം മുഴുവനും സഭ വെളിപ്പെടുത്തുന്നത് എന്തിന്? ഉത്തരം: ക്രിസ്തുനാഥന്റെ ശക്തിയുടെയും യോഗ്യതകളുടെയും സമ്പത്ത് വിശ്വാസികൾക്ക് തുറന്നു കൊടുക്കുന്നതിന്, ഓരോ യുഗത്തിലും സന്നിഹിതമാക്കപ്പെടുന്നതിന്, രക്ഷാകരമായ കൃപാവരത്താൽ വിശ്വാസികൾ നിറയുന്നതിന്. ചോദ്യം നമ്പർ 33. എന്തിനു വേണ്ടിയായിരുന്നു മോശയുടെ കാലം മുതൽ ദൈവജനം പെസഹ മുതലുള്ള നിശ്ചിത തിരുനാളുകൾ ആഘോഷിച്ചിരുന്നത്? ഉത്തരം: രക്ഷകന്റെ കൃത്യങ്ങളെ അനുസ്മരിക്കാൻ, അവയെ പ്രതി അവിടത്തേക്ക് നന്ദി പറയാൻ, രക്ഷാകൃത്യങ്ങളുടെ സ്മരണ ശാശ്വതമാക്കാൻ, പുതിയ തലമുറയെ ആ ശൈലി പഠിപ്പിക്കുവാൻ. ചോദ്യം നമ്പർ 34. സഭ ക്രിസ്തുവിന്റെ രഹസ്യം ആരാധനാക്രമത്തിൽ ആഘോഷിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയെ സവിശേഷമാക്കുന്ന വാക്ക് ഏത്? അതിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: ഇന്ന് എന്ന വാക്കാണ് പ്രാർത്ഥനയെ സവിശേഷമാക്കുന്നത്. ഈ ഇന്ന് ക്രിസ്തുവിന്റെ പെസഹായുടെ മണിക്കൂർ ആണ്. അത് ചരിത്രത്തിന് മുഴുവൻ അതീതവുമാണ്.
ചോദ്യം നമ്പർ 35. ആരാധനാ സമ്മേളനത്തിന് ഏറ്റവും ശ്രേഷ്ഠ ദിനമായ ഞായറാഴ്ച വിശ്വാസികൾ സമ്മേളിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഉത്തരം: ദൈവവചനം ശ്രവിക്കാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ, അതുവഴി യേശുവിന്റെ പീഡാസഹനം, പുനരുത്ഥാനം, മഹത്വം എന്നിവയെ അനുസ്മരിക്കാൻ. പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയെ അനുസ്മരിച്ച് ദൈവത്തിന് നന്ദി പറയാൻ. ഇതിനൊക്കെ വേണ്ടിയാണ് ഞായറാഴ്ച വിശ്വാസികൾ സമ്മേളിക്കുന്നത്. ചോദ്യം നമ്പർ 36. AD 325 നിക്യ സുനകദോസിലെ തീരുമാനപ്രകാരം ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നത് എന്നാണ്? ഉത്തരം: നീസാൻ മാസം 14 കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദിവസം ക്രൈസ്തവ പെസഹ ആകുന്ന ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുന്നു. ചോദ്യം നമ്പർ 37. ക്രിസ്തു രഹസ്യങ്ങൾ ആണ്ടുവട്ടത്തിൽ ആഘോഷിക്കുമ്പോൾ ദൈവമാതാവായ പരിശുദ്ധ മറിയത്തെ പ്രത്യേകമായ സ്നേഹത്തോടെ സഭ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: മറിയം രക്ഷാകർമ്മത്തോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറിയത്തിലൂടെ രക്ഷയുടെ ഫലത്തെ സഭ ആദരിക്കുന്നു, പുകഴ്ത്തുന്നു. കറയില്ലാത്ത പ്രതിരൂപത്തെ എന്ന പോലെ സഭ സന്തോഷപൂർവം മറിയത്തെ ധ്യാനിക്കുന്നു. ചോദ്യം നമ്പർ 38. സഭ ആണ്ടുവട്ടത്തിൽ രക്തസാക്ഷികളുടെയും മറ്റ് വിശുദ്ധരുടെയും അനുസ്മരണം കൊണ്ടാടുന്നത് എന്തിന്? ഉത്തരം: രക്തസാക്ഷികളിലൂടെ പെസഹ രഹസ്യം പ്രഘോഷിക്കുന്നു. പിതാവിലേക്ക് അടുപ്പിക്കുന്ന മാതൃകകളായി വിശ്വാസികൾക്ക് നിർദ്ദേശിക്കുവാൻ കഴിയുന്നു. അവരുടെ യോഗ്യതകൾ വഴി ദൈവാനുഗ്രഹങ്ങൾ യാചിക്കാൻ സാധിക്കുന്നു. ചോദ്യം നമ്പർ 39. യാമപ്രാർത്ഥനകൾ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെ? ഉത്തരം: ക്രിസ്തു രഹസ്യങ്ങൾ യാമപ്രാർത്ഥനയിലൂടെ ഓരോ ദിവസത്തിന്റെയും സമയത്തിൽ ഉൾച്ചേർക്കുന്നു. നിരന്തരം പ്രാർത്ഥിക്കുക എന്ന ശ്ലൈഹിക ആഹ്വാനങ്ങളോട് വിശ്വസ്തത പുലർത്തുവാൻ. യാമപ്രാർത്ഥനയിലൂടെ വിശ്വാസികൾ മാമുദിസ സ്വീകരിച്ചവരുടെ രാജകീയ പൗരോഹിത്യവും നിർവഹിക്കുന്നു. ചോദ്യം നമ്പർ 40. പുതിയ ഉടമ്പടിയുടെ ബലിപീഠത്തിന്റെ സവിശേഷതകൾ ഏവ? ഉത്തരം: ബലിപീഠം കർത്താവിന്റെ കുരിശാണ്. ബലിപീഠത്തിൽ നിന്ന് പെസഹ രഹസ്യത്തിന്റെ കൂദാശകൾ പുറപ്പെടുന്നു. ദേവാലയത്തിന്റെ കേന്ദ്രമാകുന്നു ബലിപീഠം. ബലിപീഠം കർത്താവിന്റെ ഭക്ഷണമേശയുടെ പ്രതീകമാണ്. പൗരസ്ത്യക്രമത്തിൽ കർത്താവിന്റെ കബറിടത്തിന്റെ പ്രതീകം കൂടിയാണ് ബലിപീഠം. ചോദ്യം നമ്പർ 41. നമ്മുടെ പള്ളികളിലും ഭവനങ്ങളിലുമുള്ള തിരുസ്വരൂപങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? ഉത്തരം: ക്രിസ്തു രഹസ്യത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തെ ഉണർത്താനും പരിപോഷിപ്പിക്കുവാൻ. പ്രതീക ചിത്രങ്ങളിലൂടെ അവിടത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മാതാവ്, മാലാഖമാർ, വിശുദ്ധർ ഇവരിലൂടെ അവരെ വണങ്ങുന്നു. ചോദ്യം നമ്പർ 42. ക്രൈസ്തവ ആധ്യാത്മിക ജീവിതത്തിന്റെ സുപ്രധാന നിമിഷങ്ങളെ സ്പർശിക്കുന്ന കൂദാശകൾ നൽകുന്ന സംഭാവന എന്ത്? ഉത്തരം: കൂദാശകൾ വിശ്വാസ ജീവിതത്തിന് ജനനം, വളർച്ച, രോഗവിമുക്തി എന്നിവ നൽകുന്നു. സ്വാഭാവിക ജീവിതത്തിന്റെ ഘട്ടങ്ങളും ആധ്യാത്മിക ജീവിതത്തിന്റെ ഘട്ടങ്ങളും തമ്മിൽ കുറെ സാമ്യങ്ങളുമുണ്ട്. ചോദ്യം നമ്പർ 43. ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമായ പ്രവേശക കൂദാശകൾ ഏവ? അവയെ എന്തുകൊണ്ട് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഉത്തരം: മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന ഇവയാണ് പ്രവേശക കൂദാശകൾ. മാമോദീസയിലൂടെ പുതിയതായി ജനിക്കുന്നു. സ്ഥൈര്യലേപനത്തിലൂടെ ശക്തരാക്കപ്പെടുന്നു. കുർബാനയിലൂടെ ശാശ്വത ജീവന്റെ ഭക്ഷണം സ്വീകരിക്കുന്നു. പ്രാരംഭ കൂദാശകളിലൂടെ ദൈവിക ജീവന്റെ നിക്ഷേപങ്ങളെ സ്വീകരിക്കുന്നു. സ്നേഹത്തിലേക്ക് മുന്നേറുകയും ചെയ്യുന്നു. ചോദ്യം നമ്പർ 44. വിശുദ്ധ മാമോദീസ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ്. എന്തുകൊണ്ട്? ഉത്തരം: ആത്മീയ ജീവനിലേക്കുള്ള കവാടമാണത്. മറ്റു കൂദാശകളെ സമീപിക്കാനുള്ള വാതിലാണ്. മാമോദീസയിലൂടെ നാം പാപവിമുക്തരാകുന്നു. ദൈവമക്കളായി വീണ്ടും ജനിക്കുന്നു. ക്രിസ്തുവിന്റെ അവയവങ്ങളായി തീരുന്നു. സഭയുടെ ദൗത്യത്തിൽ പങ്കുകാരാക്കുന്നു. ഇതുകൊണ്ടാണ് മാമോദീസ ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാനമാകുന്നത്. ചോദ്യം നമ്പർ 45. മാമോദീസ സമയത്ത് സ്നാനാർത്ഥിയുടെ തലയിൽ പുരോഹിതൻ വെള്ളമൊഴിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഉത്തരം: ക്രിസ്തുവിന്റെ മരണത്തിലേക്കുള്ള സ്നാനാർത്ഥിയുടെ കബറടക്കമാണ് സൂചിപ്പിക്കുന്നത്. അതുവഴി ആ വ്യക്തി ക്രിസ്തുവിനോടൊപ്പം
ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നു. ചോദ്യം നമ്പർ 46. മാമോദീസായുടെ രഹസ്യങ്ങളെ മുൻകൂട്ടി സൂചിപ്പിച്ച രക്ഷാകര ചരിത്രത്തിലെ മഹത്തായ സംഭവങ്ങൾ ഏവ? 4 പോയിന്റ്സ് ആണ് അതിന്റെ ഉത്തരം. ഒന്നാമത്തേത്, ജലം വിശുദ്ധീകരണ ശക്തിയെ വെളിപ്പെടുത്തുന്നു. 2, നോഹയുടെ പെട്ടകം ജലത്തിലൂടെ രക്ഷിക്കപ്പെട്ടതിനെ അടയാളപ്പെടുത്തുന്നു. 3, ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന വിമോചനത്തെ സൂചിപ്പിക്കുന്നു. 4, ദൈവജനം വാഗ്ദത്ത ഭൂമി സ്വന്തമാക്കിയത് നിത്യജീവന്റെ പ്രതീകമാണ്. ചോദ്യം നമ്പർ 47. യേശുക്രിസ്തുവിന്റെ മാമോദീസായിൽ പഴയ ഉടമ്പടിയിലെ പ്രതിരൂപങ്ങൾ എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? ഉത്തരം: 1, മാമോദീസ തന്നെ ശൂന്യനാക്കുന്നതിന്റെ ഭാഗമായി ഈശോ സ്വീകരിച്ചു. 2, പരിശുദ്ധാത്മാവ് പുതിയ സൃഷ്ടിയായി മാറുന്നതിന്റെ മുന്നോടിയായി ക്രിസ്തുവിൽ വന്നു. 3, പിതാവിന്റെ പ്രിയപുത്രനായി യേശുവിനെ വെളിപ്പെടുത്തി. ചോദ്യം നമ്പർ 48. യേശുവിന്റെ പെസഹ രഹസ്യം മാമോദീസയുടെ ഉറവയാകുന്നത് എങ്ങനെയാണ്? ഉത്തരം: 3 പോയിന്റുകളായിട്ടാണ് അതിന്റെ ഉത്തരം വരുന്നത്. 1, തന്റെ പീഡകളെ തനിക്ക് മുങ്ങേണ്ടിയിരുന്ന മാമോദീസ എന്നാണ് യേശു പറഞ്ഞിരുന്നത്. 2, വിലാവിൽ നിന്നൊഴുകിയ ജലവും രക്തവും മാമോദീസയുടെയും കുർബാനയുടെയും പ്രതീകങ്ങളാണ്. 3, പീഠാസഹനം വഴി ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ജലത്താലും ആത്മാവിനാലും ജനിക്കുക എന്നത് സാധ്യമായി തീർന്നു. ചോദ്യം നമ്പർ 49. എന്നാണ് സഭയിൽ മാമോദീസ ആഘോഷിക്കാൻ തുടങ്ങിയത്? ഉത്തരം: പന്തക്കോസ്ത തിരുനാൾ ദിനത്തിലാണ് സഭയിൽ മാമോദീസ ആഘോഷിക്കാൻ തുടങ്ങിയത്. ചോദ്യം നമ്പർ 50. പൗലോസ്ലീഹ മാമോദീസയെ ക്രിസ്തുവുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെ? ഉത്തരം: മാമോദീസയിലൂടെ വിശ്വാസി ക്രിസ്തുവിന്റെ മരണത്തോട് ഐക്യപ്പെടുന്നു, സംസ്കരിക്കപ്പെടുന്നു, ഉയർപ്പിക്കപ്പെടുന്നു. ചോദ്യം നമ്പർ 51. ക്രൈസ്തവ പ്രാരംഭത്തിന്റെ 3 കൂദാശകൾ ഏവ? ഉത്തരം: മാമോദീസ, സ്ഥൈര്യലേപനം, കുർബാന. ചോദ്യം നമ്പർ 52. ക്രൈസ്തവ പ്രാരംഭത്തിന്റെ കൂദാശകളുടെ ആഘോഷം ലത്തീൻ റീത്തുകളിലും പൗരസ്ത്യ റീത്തുകളിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉത്തരം: പൗരസ്ത്യ സഭയിൽ മാമോദീസയും സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും പ്രാരംഭ കൂദാശകളായി ഒരുമിച്ചാണ് നൽകുന്നത്. എന്നാൽ ലത്തീൻ റീത്തുകളിൽ മാമോദീസയിൽ ആരംഭിച്ച് തുടർ വർഷങ്ങളിൽ വിശ്വാസ പരിശീലനത്തിന് ശേഷം സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയും നൽകപ്പെടുന്നു. ചോദ്യം നമ്പർ 53. മാമോദീസ എന്ന കൂദാശയുടെ സത്താപരമായ അനുഷ്ഠാന കർമ്മം എന്താണ്? അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: ത്രിത്വനാമത്തിൽ 3 പ്രാവശ്യം ജലത്തിൽ മുക്കുകയോ ശിരസിൽ വെള്ളമൊഴിക്കുകയോ ചെയ്തുകൊണ്ടാണ് മാമോദീസ നൽകുന്നത്. പാപത്തിന് മരിച്ച് ത്രിത്വത്തിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ചോദ്യം നമ്പർ 54. ലത്തീൻ സഭയിലും പൗരസ്ത്യ സഭകളിലും മാമോദീസ നൽകുന്ന വാക്കുകൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉത്തരം: പൗരസ്ത്യ സഭകളിൽ ദൈവത്തിന്റെ ദാസനായ എന്നിട്ട് പേര് പറയും സ്വീകരിക്കുന്ന വ്യക്തിയുടെ, അതിനുശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാമോദീസ മുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാണ് മാമോദീസ കൊടുക്കുക. ലത്തീൻ സഭയിൽ പേര് ആദ്യം പറയും, അതിനുശേഷം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്നെ ഞാൻ ജ്ഞാനസ്നാനപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് മാമോദീസ കൊടുക്കുക. ചോദ്യം നമ്പർ 55. മാമോദീസാനന്തരമുള്ള തൈലാഭിഷേകം ലത്തീൻ സഭയിലും പൗരസ്ത്യ സഭകളിലും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഉത്തരം: പൗരസ്ത്യ സഭകളിൽ മാമോദീസാനന്തരമുള്ള തൈലാഭിഷേകം സ്ഥൈര്യലേപനം എന്ന കൂദാശയാണ്. എന്നാൽ ലത്തീൻ സഭയിൽ ഇത് പിന്നീട് മെത്രാൻ നൽകാനിരിക്കുന്ന സ്ഥൈര്യലേപനത്തെ മുൻകൂട്ടി സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. ചോദ്യം നമ്പർ 56. മാമോദീസ വേളയിൽ നൽകപ്പെടുന്ന വെളുത്ത വസ്ത്രവും കത്തിച്ച തിരിയും എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം: വെളുത്ത വസ്ത്രം ക്രിസ്തുവിനെ ധരിക്കുന്നതും ഉത്ഥാനവും സ്മരിക്കുന്നു. കത്തിച്ച തിരി പുതിയ വ്യക്തിയെ ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കുന്നു, ലോകത്തിന്റെ പ്രകാശമായി മാറിയെന്നും സൂചിപ്പിക്കുന്നു. ചോദ്യം നമ്പർ 57. മാമോദീസ സ്വീകരിക്കാൻ ആർക്കാണ് സാധിക്കുക? ഉത്തരം: ഇതുവരെ മാമോദീസ സ്വീകരിക്കാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ മാമോദീസ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ചോദ്യം നമ്പർ 58. മുതിർന്നവരുടെ മാമോദീസയിൽ സ്ഥാനാർത്ഥി ഘട്ടത്തിനുള്ള പ്രാധാന്യം എന്ത്? പോയിന്റുകളായിട്ടാണ് ഉത്തരം. ഒന്നാമത്തെ പോയിന്റ്: പ്രാരംഭ കൂദാശകളിലൂടെ ലഭിക്കുന്ന ദൈവത്തിന്റെ ദാനം സ്വീകരിക്കാൻ
സ്ഥാനാർത്ഥി ഒരുക്കപ്പെടുന്നു. 2. ഒരുക്ക കാലഘട്ടം മാനസാന്തരത്തെയും വിശ്വാസത്തെയും പക്വമാക്കാനുള്ളതാണ്. 3. പരിശീലനത്തിലൂടെ ക്രിസ്തുവിനോട് ഐക്യപ്പെടണം. 4. രക്ഷാകര രഹസ്യങ്ങളിലേക്കും സുവിശേഷ സുഹൃതങ്ങളിലേക്കും പ്രവേശിക്കണം. 5. ആരാധനയുടെയും ഉപവിയുടെയും ജീവിതത്തിലേക്ക് നയിക്കണം. ചോദ്യം നമ്പർ 59. എന്തുകൊണ്ടാണ് ശിശുക്കളുടെ മാമോദീസ ആവശ്യകതയാകുന്നത്? 2 പോയിന്റ്സ് ആയിട്ടാണ് ഉത്തരം. 1. ഉത്ഭവഭാവത്താൽ ജനിക്കുന്നവരാകിയാൽ ശിശുക്കൾക്ക് മാമോദീസ ആവശ്യമാണ്. 2. അന്ധകാര ശക്തിയിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെടാനും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടാനും മാമോദീസ ആവശ്യമാണ്. ചോദ്യം നമ്പർ 60. വിശ്വാസവും മാമോദീസയും തമ്മിലുള്ള ബന്ധം എന്താണ്? ഉത്തരം: മാമോദീസ വിശ്വാസത്തിന്റെ കൂദാശയാണ്. സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് വിശ്വാസിക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു വളർച്ചയ്ക്ക് ആവശ്യമായ വിശ്വാസത്തിന്റെ ആരംഭം മാത്രമാണ് മാമോദീസയ്ക്ക് ആവശ്യമായത്. ഓരോ വ്യക്തിയിലും മാമോദീസയ്ക്ക് ശേഷം വിശ്വാസം വളരണം. ചോദ്യം നമ്പർ 61. മാമോദീസ നൽകാൻ ആർക്കാണ് കഴിയുക? സാധാരണ കാർമ്മികൻ, മെത്രാനും പുരോഹിതനുമാണ്. ലത്തീൻ സഭയിൽ ഡീക്കനും കാർമ്മികനാണ്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഏത് വ്യക്തിക്കും, അക്രൈസ്തവന് പോലും, ഇത് ലത്തീൻ സഭയിൽ മാത്രമാണ് ഈ അക്രൈസ്തവനെ കുറിച്ച് സൂചിപ്പിക്കുക. ത്രിത്വനാമ വാക്യം ഉപയോഗിച്ച് മാമോദീസ നൽകാവുന്നതാണ് ഈ അക്രൈസ്തവന് പോലും എന്ന് പറയുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പൗരസ്ത്യ പാരമ്പര്യം അനുസരിച്ച് മാമോദീസ സ്വീകരിച്ച ഒരു ക്രിസ്ത്യാനിക്ക് മാത്രമേ അത്യാവശ്യ സന്ദർഭത്തിൽ മാമോദീസ ത്രിത്വനാമത്തിൽ നൽകാൻ സാധിക്കുകയുള്ളൂ. ചോദ്യം നമ്പർ 62. മാമോദീസ രക്ഷയ്ക്ക് അത്യാവശ്യമാകുന്നത് എങ്ങനെ? 3 പോയിന്റുകളായിട്ടാണ് ഉത്തരം. 1. ദൈവരാജ്യ പ്രവേശത്തിന് ജനത്താലും ആത്മാവിനാലും ജനിക്കണമെന്ന് യേശു പഠിപ്പിച്ചു. 2. എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തി ജ്ഞാനസ്നാനം നൽകാൻ അവിടുന്ന് കൽപ്പിച്ചു. 3. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ചോദ്യം നമ്പർ 63. ഒരു ക്രൈസ്തവന്റെ അതിസ്വാഭാവിക ജീവിതത്തിന്റെ സംവിധാനം മുഴുവൻ എങ്ങനെ മാമോദീസയിൽ വേരൂന്നിയിരിക്കുന്നു? 4 പോയിന്റ്സ് ആയിട്ടാണ് അതിന്റെ ഉത്തരം. 1. ത്രിത്വം മാമോദീസ സ്വീകരിച്ച വ്യക്തിക്ക് വിശുദ്ധീകരണ കൃപാവരം നൽകുന്നു. 2. ദൈവിക പുണ്യങ്ങളാൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാനും സ്നേഹിക്കാനും കഴിവുള്ളവനാക്കുന്നു. 3. പരിശുദ്ധാത്മദാനങ്ങളാൽ ജീവിക്കാൻ ശക്തി നൽകുന്നു. 4. ധാർമ്മിക നന്മയിൽ വളരാൻ കഴിവ് നൽകുന്നു. ചോദ്യം നമ്പർ 64. മാമോദീസ സ്വീകരിച്ച വ്യക്തികളുടെ അവകാശങ്ങൾ ഏവ? 3 അവകാശങ്ങളാണുള്ളത്. 1. മറ്റു കൂദാശകൾ സ്വീകരിക്കുക. 2. ദൈവവചനത്താൽ പരിപോഷിപ്പിക്കപ്പെടുക. 3. സഭയുടെ മറ്റ് ആധ്യാത്മിക സഹായങ്ങളാൽ സംരക്ഷിക്കപ്പെടുക. ചോദ്യം നമ്പർ 65. മാമോദീസ സ്വീകരിച്ച വ്യക്തികളുടെ കടമകൾ ഏവ? ഉത്തരം: 1. വിശ്വാസം മറ്റുള്ളവരുടെ ഏറ്റുപറയുക. 2. ദൈവജനത്തിന്റെ അപ്പസ്തോലികവും പ്രേക്ഷിതപരവുമായ പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളുക എന്നിവയാണ് മാമോദീസ സ്വീകരിച്ച വ്യക്തികളുടെ കടമകൾ. ചോദ്യം നമ്പർ 66. മാമോദീസയുടെ ഫലങ്ങൾ അഥവാ മാമോദീസയുടെ ലഭിക്കുന്ന കൃപാവരങ്ങൾ എന്തെല്ലാമാണ്? 7 പോയിന്റ്സ് ആയിട്ടാണ് അതിന്റെ ഉത്തരങ്ങൾ. 1. ഉത്ഭവപാപത്തിന്റെയും വ്യക്തിപരമായ പാപങ്ങളുടെയും മോചനം. 2. ഒരു പുതുജീവിതത്തിലേക്കുള്ള പരിശുദ്ധാത്മാവിലുള്ള ജനനം. 3. പിതാവായ ദൈവത്തിന്റെ ദത്തുപുത്രരാകുന്നു. 4. ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു. 5. പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാക്കുന്നു. 6. സഭയാകുന്ന ക്രിസ്തുവിന്റെ ശരീരത്തിൽ ചേർക്കപ്പെടുന്നു. 7. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ ഭാഗവാക്കുകളാകുന്നു. ചോദ്യം നമ്പർ 67. സ്ഥൈര്യലേപനത്തിന്റെ സ്വീകരണം മാമോദീസയുടെ കൃപാവരത്തിന്റെ പൂർണ്ണതയ്ക്ക് അത്യാവശ്യമാകുന്നത് എങ്ങനെ? 2 പോയിന്റുകളാണ് അതിന്റെ ഉത്തരം. സ്ഥൈര്യലേപനം വഴി കൂടുതൽ സഭയോട് ബന്ധിപ്പിക്കപ്പെടുകയും പരിശുദ്ധാത്മ ശക്തിയാൽ സമ്പന്നരാക്കപ്പെടുകയും ചെയ്യുന്ന 1-ാമത്തെ പോയിന്റ്. 2-ാമത്തെ പോയിന്റ്, യഥാർത്ഥ ക്രൈസ്തവ സാക്ഷികൾ എന്ന നിലയിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിശ്വാസത്തിന്റെ പ്രചാരകരാകുന്നു. ചോദ്യം നമ്പർ 68. സ്ഥൈര്യലേപന കൂദാശയുടെ ആഘോഷത്തിലെ കാതലായ അനുഷ്ഠാന കർമ്മങ്ങൾ ഏവ? 2 പോയിന്റ്സ് ആണുള്ളത്. 1. കൈവെപ്പ് പ്രാർത്ഥന. ഇത് അപ്പസ്തോല കാലഘട്ടം മുതൽ പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ സൂചിപ്പിക്കുന്നു.
2 നെറ്റിയിൽ തൈലം ഉപയോഗിച്ച് നടത്തുന്ന ലേപനം. ഇത് ക്രൈസ്തവൻ എന്ന പേരിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു, ക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുമാകുന്നു. ചോദ്യം നമ്പർ 69. എന്തുകൊണ്ട് സ്ഥൈര്യലേപനം ഒരിക്കൽ മാത്രം നൽകപ്പെടും? 2 പോയിന്റുകളാണ് ഉത്തരം. 1, സ്വീകർത്താവിന്റെ ആത്മാവിൽ മായ്ക്കാനാകാത്ത മുദ്ര പതിപ്പിക്കുന്നു. 2, തന്റെ സാക്ഷിയായി ജീവിക്കാൻ ക്രിസ്തു അത്യുന്നതങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ മുദ്രയാൽ അടയാളപ്പെടുത്തുന്നു. ചോദ്യം നമ്പർ 70. സ്ഥൈര്യലേപനത്തെ ക്രൈസ്തവ പക്വതയുടെ കൂദാശ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഉത്തരം 3 പോയിന്റുകളായിട്ടാണ്. 1, വിശ്വാസത്തിന്റെ പക്വത സ്വാഭാവിക വളർച്ചയുടെ പക്വതയല്ല. 2, ശരീരത്തിന്റെ പ്രായമല്ല ആധ്യാത്മിക പക്വത നിശ്ചയിക്കുന്നത്. 3, ബാല്യത്തിൽ പോലും മനുഷ്യന് ആധ്യാത്മിക പക്വത നേടാനാകും. ചോദ്യം നമ്പർ 71. ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിന്? ഉത്തരം, താൻ വീണ്ടും വരുന്നത് വരെ കുരിശിലെ ബലിയെ തുടർന്നു കൊണ്ടുപോകാനും തന്റെ മണവാട്ടിയായ സഭയ്ക്ക് തന്റെ മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മാരകം ഏൽപ്പിക്കാനുമായിട്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്. ചോദ്യം നമ്പർ 72. വിശുദ്ധ കുർബാന സഭാജീവിതത്തിന് ഉറവിടവും അത്യുച്ഛ സ്ഥാനവുമാകുന്നത് എങ്ങനെ? 5 പോയിന്റുകളാണ് ഇതിന്റെ ഉത്തരം. 1, മറ്റെല്ലാ കൂദാശകളും ശുശ്രൂഷകളും പ്രേക്ഷിത ദൗത്യങ്ങളും കുർബാനയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2, ആധ്യാത്മിക സമ്പത്തായ ക്രിസ്തു കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു. 3, ദൈവിക ജീവനിൽ പങ്കുകാരാക്കുകയും ജനത്തിന്റെ ഐക്യവും കുർബാനയിൽ യാഥാർത്ഥ്യമാക്കുന്നു. 4, ലോകത്തെ വിശുദ്ധീകരിക്കുന്ന ദൈവിക പ്രവർത്തനത്തിന്റെയും ആരാധനയുടെയും അത്യുച്ഛ സ്ഥാനമാണത്. 5, നമ്മെ സ്വർഗീയ ആരാധനയുമായി ഒന്നിപ്പിക്കുന്നു. ചോദ്യം നമ്പർ 73. അപ്പത്തിന്റെയും മീനിന്റെയും അടയാളങ്ങൾ രക്ഷാകര ചരിത്രത്തിൽ എങ്ങനെ കാണപ്പെടുന്നു? അത് 5 പോയിന്റ് വഴിയായിട്ടാണ് അതിന്റെ ഉത്തരങ്ങൾ. 1, രാജാവും പുരോഹിതനുമായ മെൽക്കിസെദേക്ക് അപ്പവും വീഞ്ഞും കാഴ്ചവെച്ച് ദൈവത്തിന് കൃതജ്ഞത പറയുന്ന സഭയുടെ പ്രതീകമാണത്. 2, പുളിപ്പില്ലാത്ത അപ്പം വിമോചനത്തെ അനുസ്മരിപ്പിക്കുന്നു. മന്ന ദൈവവചനത്തെയും അപ്പം ദൈവം നൽകിയ വാഗ്ദാനത്തെയും അനുസ്മരിപ്പിക്കുന്നു. 3, പെസഹ ഭക്ഷണത്തിലൂടെ ആശീർവാദത്തിന്റെ കാസ ജെറുസലേമിന്റെ പുനരുത്ഥാനവും മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ്. 4, അപ്പം വർദ്ധിപ്പിച്ചത് ദിവ്യകാരുണ്യമാകുന്ന ഏക അപ്പത്തിന്റെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു. 5, കാനായിലെ അടയാളം രക്തമായിത്തീരുന്ന വീഞ്ഞിന്റെ അടയാളമാണ്. ചോദ്യം നമ്പർ 74. ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്തിന്? ഉത്തരം, സ്വന്തമായിട്ടുള്ളവർക്ക് സ്നേഹം നൽകുന്നതിനും സ്വന്തമായിട്ടുള്ളവരിൽ നിന്ന് വേർപിരിയാതിരിക്കുന്നതിനും പെസഹായിൽ പങ്കുകാരാക്കുന്നതിനും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും സ്മാരകമായും വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ചോദ്യം നമ്പർ 75. വിശുദ്ധ കുർബാനയുടെ ഘടനയുടെ 2 അടിസ്ഥാന ഭാഗങ്ങൾ ഏവ? അവയിൽ എന്ത് ഉൾക്കൊള്ളുന്നു? 2 പോയിന്റ്സ് ആണുള്ളത്. 1, വചന ശുശ്രൂഷ, വിശുദ്ധ ഗ്രന്ഥ വായനകൾ, പ്രസംഗം, കാറസുസ എന്നിവ അതിൽ ഉൾക്കൊള്ളുന്നു. 2, സ്തോത്രയാഗ ശുശ്രൂഷ, അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സമർപ്പണം, കൃതജ്ഞതാ പ്രകടനം, അനാഫുറ, ദിവ്യകാരുണ്യ സ്വീകരണം എന്നിവ അതിൽ ഉൾക്കൊള്ളുന്നു. ചോദ്യം നമ്പർ 76. വിശുദ്ധ കുർബാന എങ്ങനെയാണ് യൂക്കരിസ്തിയ കൃതജ്ഞതാ പ്രകാശനമാകുന്നത്? ഉത്തരം, കുർബാന സൃഷ്ടികർമ്മത്തെ പ്രതിനന്ദി അർപ്പിക്കാനുള്ള ഒരു യാഗമാണ്. ദൈവം നിർമ്മിച്ചിട്ടുള്ള എല്ലാറ്റിനും വേണ്ടി നന്ദി പ്രകാശിപ്പിക്കുന്ന സ്തുതിയും ബലിയുമാണ് അത്. പിതാവിനോടുള്ള നന്ദിയുടെ ബലിയാണ്. രക്ഷാരഹസ്യം വഴി വീണ്ടെടുപ്പിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും ദൈവം പൂർത്തിയാക്കിയവയ്ക്കെല്ലാം ഉള്ള നന്ദിയുടെ വാഴ്ത്തലാണത്. സഭ ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതിയാണ്. ഇത് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ സമർപ്പിക്കപ്പെടണം. ചോദ്യം നമ്പർ 77. പുതിയ നിയമ പശ്ചാത്തലത്തിൽ വിശുദ്ധ കുർബാനയിലെ അനുസ്മരണ പ്രാർത്ഥനയുടെ ലക്ഷ്യമെന്ത്? ഉത്തരം, വിശുദ്ധ കുർബാനയിൽ പെസഹ അനുസ്മരിക്കുന്നു. കുരിശിലെ ബലി എന്നും യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നു. അൾത്താരയിൽ ബലി ആഘോഷിക്കപ്പെടുമ്പോഴെല്ലാം നമ്മുടെ രക്ഷയുടെ കർമ്മം നിർവഹിക്കപ്പെടുന്നു. ചോദ്യം നമ്പർ 78. വിശുദ്ധ കുർബാന ബലിയാകുന്നത് എങ്ങനെ? 4 പോയിന്റ്സ് ആണ് അതിൻ്റെ ഉത്തരം. 1, കുരിശിലെ ബലിയുടെ അനുസ്മരണമാണത്. സ്ഥാപന വാക്യങ്ങളിലൂടെ അത് പ്രകടമായി മനസ്സിലാക്കാം. 2, കുരിശിലെ ബലിയുടെ ഫലം പ്രയോഗത്തിൽ വരുത്തുന്നു. 3, ക്രിസ്തുവിന്റെ ബലിയും കുർബാനയാകുന്ന ബലിയും ഒരു ബലിയാണ്. ബലിവസ്തു ഒന്ന് തന്നെയാണ്. പുരോഹിത കരങ്ങൾ വഴി രക്തരഹിതമായി വീണ്ടും അർപ്പിക്കപ്പെടുന്നു.
4. കുർബാന സഭയുടെ കൂടെ ബലിയാണ്. സഭ വിശ്വാസികളുടെ ജീവിതം, സ്തുതി, സഹനം, പ്രാർത്ഥന, അധ്വാനം ഇവ പിതാവിന് സമർപ്പിക്കുന്നു. ചോദ്യം നമ്പർ 79. എന്തിനാണ് വിശുദ്ധ കുർബാനയിൽ മാർപ്പാപ്പയുടെയും മെത്രാന്മാരുടെയും പേരുകൾ അനുസ്മരിക്കുന്നത്? ഉത്തരം: മാർപ്പാപ്പയുടെ പേര് സാർവത്രിക സഭയുടെ ഐക്യത്തിന്റെ അടയാളമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പുരോഹിതൻ കുർബാന അർപ്പിക്കുമ്പോൾ ആ സ്ഥലത്തെ മെത്രാനാണ് ഇപ്പോൾ കുർബാനയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നത്. പ്രാദേശിക സഭയിൽ മെത്രാൻ അധ്യക്ഷത വഹിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ മെത്രാന്റെ പേര് പറയുന്നു. ചോദ്യം നമ്പർ 80. കുർബാനയിലുള്ള യേശുവിന്റെ സാന്നിധ്യത്തെ യഥാർത്ഥ സാന്നിധ്യം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? 3 പോയിന്റ്സ് ആയിട്ടാണ് ഉത്തരം. 1. കുർബാനയിൽ ക്രിസ്തു മുഴുവനുമായും അടങ്ങിയിരിക്കുന്നു. ശരീരം, രക്തം, ആത്മാവ്, ദൈവത്വം, സത്താവരം എന്നിങ്ങനെ. 2. യഥാർത്ഥ സാന്നിധ്യം എന്ന് വിളിക്കുന്നത് സാന്നിധ്യം സമുന്നതമായ രീതിയിൽ ആയതുകൊണ്ടാണ്. 3. ക്രിസ്തുവിന്റെ സമഗ്രമായ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാനയിലേത്. ചോദ്യം നമ്പർ 81. എന്താണ് പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന സത്താഭേദം? ഇതെങ്ങനെ സംഭവിക്കുന്നു? 2 പോയിന്റുകളായിട്ടാണ് ഉത്തരം. 1. അപ്പവും വീഞ്ഞും ശരീര രക്തങ്ങളായി മാറുന്നതും വചനത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രവർത്തനമാണത്. 2. ട്രെൻഡ് കൗൺസിലിന്റെ ത്രന്തോസ് സുനകദോസിന്റെ പഠനം ഇങ്ങനെയാണ്: അപ്പം തന്റെ ശരീരമാണെന്ന് ക്രിസ്തു പറഞ്ഞു. അപ്പത്തിന്റെ സത്ത മുഴുവനും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ സത്തയാവുകയും വീഞ്ഞിന്റെ സത്ത അവിടുത്തെ രക്തത്തിന്റെ സത്തയാവുകയും ചെയ്യുന്ന ഒരു മാറ്റം, ഇതാണ് സത്താഭേദം. ചോദ്യം നമ്പർ 82. സക്രാരി എന്തിനു വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ഉത്തരം: സക്രാരി ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് രോഗികൾക്കും കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്കും കുർബാന പുറമെ കൊണ്ടുപോയി കൊടുക്കാൻ യോഗ്യമായി സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ തുടർന്നുള്ള കാലഘട്ടത്തിൽ കർത്താവിനെ ആരാധിക്കുന്നതിനും പള്ളിയിലെ സവിശേഷമാം വിധം യോഗ്യമായ സ്ഥലത്ത് സക്രാരി സ്ഥാപിച്ചു പോരുന്നു. ചോദ്യം നമ്പർ 83. അൾത്താര എങ്ങനെ വിശുദ്ധ കുർബാനയുടെയും 2 വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു? 3 പോയിന്റ്സ് ആണ് ഉത്തരം. 1. കർത്താവിന്റെ ബലിയെയും വിരുന്നുമേശയെയും പ്രതിനിധീകരിക്കുന്നു. 2. ബലിപീഠം ക്രിസ്തുവിന്റെ തന്നെ പ്രതീകമാണ്. 3. അനുരഞ്ജനത്തിനായിട്ട് അർപ്പിക്കപ്പെടുന്ന ബലിവസ്തു എന്ന നിലയിലും തന്നെ പ്രദാനം ചെയ്യുന്ന സ്വർഗീയ ഭോജ്യം എന്ന നിലയിലും ക്രിസ്തുവിന്റെ പ്രതീകമാണ്. ചോദ്യം നമ്പർ 84. ദിവ്യകാരുണ്യം യോഗ്യമായ വിധത്തിൽ സ്വീകരിക്കുവാൻ വിശ്വാസികൾ എങ്ങനെ ഒരുങ്ങണമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്? 3 പോയിന്റ്സ് ആയിട്ടാണ് ഉത്തരം. 1. സഭ ആവശ്യപ്പെടുന്ന ഉപവാസം അനുഷ്ഠിക്കണം. 2. ശരീരഭാവം, ശാരീരിക ചേഷ്ടകൾ, വസ്ത്രധാരണം എന്നിവയിൽ ശ്രദ്ധിക്കണം. 3. ആദരവും ആഘോഷവും സന്തോഷവും പ്രകടിപ്പിക്കണം. 2 മാർക്കിന്റെ 20 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. 2-3 വാക്യത്തിൽ ഉത്തരം എഴുതാൻ. അതിന്റെ മാതൃകാ ചോദ്യങ്ങളായിട്ടുള്ള 84 ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചത്. ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, 1 പേജിൽ കവിയാതെ എഴുതാനുള്ളത്. അവയ്ക്ക് നമ്മൾ 6 ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. 84 ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ഭാഗത്ത് കഴിഞ്ഞത്. അതിന് തുടർച്ചയായിട്ട് 85-ാമത്തെ ചോദ്യം: കൗദാശികമായ ആരാധനകൾ എവിടെയാണ് ആഘോഷിക്കപ്പെടുന്നത് എന്ന് വ്യക്തമാക്കുക. ഉത്തരം: ആത്മാവിനും സത്യത്തിനുമുള്ള ആരാധന ഏതെങ്കിലും ഒരു സ്ഥലവുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതല്ല. വിശ്വാസികൾ സമ്മേളിക്കുമ്പോൾ ആധ്യാത്മിക ഭവനമായി പണിയപ്പെടും. മതസ്വാതന്ത്ര്യമുള്ളപ്പോൾ ക്രൈസ്തവർ ആരാധനാ കെട്ടിടങ്ങൾ പണിയുന്നു. ഇവ പ്രസ്തുത സമ്മേളന സ്ഥലങ്ങളല്ല, അവ സഭയെ തന്നെ സൂചിപ്പിക്കുന്നു. മനുഷ്യരോടൊപ്പമുള്ള ദൈവത്തിന്റെ വാസസ്ഥാനമാണ് അത്. വിശുദ്ധ കുർബാന ആഘോഷിക്കുകയും കാത്തു സൂക്ഷിക്കുകയും വിശ്വാസികൾ സമ്മേളിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനാ ഭവനമാണ് ദേവാലയം. പ്രാർത്ഥനകൾക്കും തിരുക്കർമ്മങ്ങൾക്കും ഇണങ്ങുന്നതുമായിരിക്കണം. ബലിപീഠം കർത്താവിൻ്റെ കുരിശാണ്. ബലിപീഠം കർത്താവിൻ്റെ ഭക്ഷണമേശയുമാണ്. സക്രാരി യോഗ്യമായ സ്ഥലത്ത് ആദരവോടെ പ്രതിഷ്ഠിക്കപ്പെടണം. കർമ്മങ്ങളിൽ ഉപയോഗിക്കുന്ന തൈലം മധുബഹയിൽ ഒരു സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്നു. മാമുദീസ, സ്ഥൈര്യലേപന, രോഗീലേപന തൈലം അവിടെ സ്ഥാപിക്കാവുന്നതാണ്. വൈദികന്റെ ഇരിപ്പിടം അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിൻ്റെയും പ്രാർത്ഥന നയിക്കുന്നതിൻ്റെയും ധർമ്മത്തെ പ്രകടമാക്കണം. ദൈവവചനത്തിന്റെ സന്ദേശം അറിയിക്കാൻ ഒരു വചനവേദി ഉണ്ടായിരിക്കണം. മാമുദീസ തൊട്ടി,
വിശുദ്ധ ജലം, അനുതാപികളെ സ്വീകരിക്കാൻ ഉചിതമായ സ്ഥാനം ഇവ ഉണ്ടായിരിക്കണം. ദൈവാലയത്തിന് യുഗാന്തപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. ദൈവജനം നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന പിതൃഭവനത്തിന്റെ പ്രതീകമാണ്. ദൈവത്തിന്റെ സകല മക്കൾക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന സ്വാഗതമരുളുന്ന ഒരു ഭവനമാണ് ദേവാലയം. ചോദ്യം നമ്പർ 86 പ്രവേശിക്കുന്നു. മാമോദീസ എന്ന കൂദാശയുടെ ആഘോഷം നമ്മെ പഠിപ്പിക്കുന്നത് എന്ത്? 10 പോയിന്റ്സ് ആയിട്ടാണ് ഇതിൻ്റെ ഉത്തരം നമ്മൾ ഒരുങ്ങിയിട്ടുള്ളത്. ആഘോഷത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഇവയാണ്. 1. കുരിശടയാളം, വീണ്ടെടുപ്പിന്റെ കൃപാവരത്തെ സൂചിപ്പിക്കുന്നു. 2. ദൈവവചന പ്രഘോഷണം, സത്യം കൊണ്ട് പ്രബുദ്ധരാക്കും. 3. പിശാച ബഹിഷ്കരണ വാക്യങ്ങൾ, പാപത്തിൽ നിന്ന് സാത്താനിൽ നിന്നുള്ള മോചനത്തെ സൂചിപ്പിക്കുന്നു. 4. മാമോദീസ ജലം, റൂഹാക്ഷണ പ്രാർത്ഥന കൊണ്ട് പവിത്രമാക്കുന്നു. 5. തൈലാഭിഷേകം, സ്ഥൈര്യലേപനത്തെ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്നു. 6. സത്താപരമായ അനുഷ്ഠാന കർമ്മം, പാപത്തിന്റെ മരണം, തൃത്വത്തിലൂടെ ജീവനിലേക്കുള്ള പ്രവേശനം എന്നിവയെ സൂചിപ്പിക്കുന്നു. 7. വെള്ളവസ്ത്രം, ക്രിസ്തുവിനെ ധരിക്കുന്നു, ഉത്ഥാനവും സൂചിപ്പിക്കുന്നു. 8. മെഴുകുതിരി, ക്രിസ്തുവിൽ ലോകത്തിന്റെ പ്രകാശത്തെ സൂചിപ്പിക്കുന്നു. 9. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം, ജീവന്റെ ഭക്ഷണം സ്വീകരിക്കുന്നതിനെ ഓർമ്മപ്പെടുത്തുന്നു. ഇതിലൂടെ കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട എന്ന കർത്താവിൻ്റെ വാക്കുകൾ അനുസ്മരിക്കുക കൂടി ചെയ്യുന്നു. 10. ആഘോഷപൂർവകമായ ആശീർവാദം. ഇതോടെ മാമോദീസയുടെ ആഘോഷം സമാപിക്കും. ചോദ്യം നമ്പർ 87. വിശുദ്ധ കുർബാനയെ വിളിക്കപ്പെടുന്ന വിവിധ പേരുകളും അവയുടെ അർത്ഥവും വിശദമാക്കുക. 9 വ്യത്യസ്ത പേരുകളിലാണ് വിശുദ്ധ കുർബാനയെ നമ്മൾ മനസ്സിലാക്കുക. 1. കൃതജ്ഞതാ സ്തോത്രം, യൂക്കറിസ്റ്റൈൻ എന്ന പദത്തിൽ നിന്ന്. ഇത് ദൈവത്തോടുള്ള നന്ദി പ്രകടനമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 2. കർത്താവിൻ്റെ അത്താഴം, അന്ത്യത്താഴവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 3. അപ്പം മുറിക്കൽ, ഉത്തിതനെ തിരിച്ചറിഞ്ഞത് ഈ അപ്പം മുറിക്കലിലൂടെയായിരുന്നു. 4. സ്തോത്രയാഗ സമ്മേളനം, വിശ്വാസികൾ സമ്മേളനത്തിൽ ഇത് ആഘോഷിക്കപ്പെടും. 5. കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്മരണ. 6. വിശുദ്ധ ബലി, സമർപ്പണത്തെ ഉൾക്കൊള്ളുന്നു. 7. വിശുദ്ധവും ദൈവികവുമായ ആരാധന, ആരാധനക്രമം മുഴുവൻ്റെയും കേന്ദ്രം വിശുദ്ധ കുർബാനയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. 8. വിശുദ്ധ കൂട്ടായ്മ, ക്രിസ്തുവിനോട് എല്ലാവരും ഐക്യപ്പെടുന്നതിനെ കാണിക്കുന്നു. 9. ദിവ്യ പ്രേഷണം, അനുദിന ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റാൻ വിശ്വാസികളെ പറഞ്ഞയക്കുന്ന കൂദാശയായിട്ട് വിശുദ്ധ കുർബാനയെ നാം മനസ്സിലാക്കുന്നു. ചോദ്യം നമ്പർ 88 പ്രവേശിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അടയാളങ്ങളുടെ പ്രസക്തി എന്ത്? ഉത്തരം: അപ്പവും വീഞ്ഞും കുർബാനയുടെ കേന്ദ്ര ഘടകങ്ങളാണ്. അവിടുത്തെ ഓർമ്മയ്ക്കായി 2ാം വരവ് വരെ സഭ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്ന അപ്പവും വീഞ്ഞും കാഴ്ചവെപ്പിൽ ഫലവും ദാനങ്ങളും വഴി സൃഷ്ടാവിന് കൃതജ്ഞത അർപ്പിക്കുന്നു. പഴയ ഉടമ്പടിയുടെ കാലത്ത് കൃതജ്ഞതയുടെ ഭാഗമായി ഭൂമിയും ആദ്യ ഫലങ്ങളുടെ കൂടെ അപ്പവും വീഞ്ഞും സൃഷ്ടാവിന് സമർപ്പിച്ചിരുന്നു. പുളിപ്പില്ലാത്ത അപ്പം പുറപ്പാടിന്റെ തിടുക്കത്തെ അനുസ്മരിപ്പിക്കുന്നു. മന്ന, ഇസ്രായേൽ ജീവിക്കുന്നത് ദൈവവചനമാകുന്ന അപ്പം കൊണ്ടാണെന്ന് അനുസ്മരിപ്പിക്കുന്നു. അപ്പത്തിൻ്റെയും കാസയുടെയും ആശീർവാദത്തിന് നവീനവും സുനിശ്ചിതവുമായ ഒരു അർത്ഥം നൽകിക്കൊണ്ട് യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അപ്പം വർദ്ധിപ്പിച്ചതുവഴി ഏക അപ്പത്തിന്റെ പരമമായ സമൃദ്ധി മുൻകൂട്ടി സൂചിപ്പിച്ചു. കാനായിലെ അടയാളം യേശുവിന്റെ മഹത്വീകരണത്തെ സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ രക്തമായി തീർന്ന പുതിയ വീഞ്ഞ് വിശ്വാസികൾ കുടിക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ചോദ്യം നമ്പർ 89 പ്രവേശിക്കുന്നു. വിശുദ്ധ കുർബാന ആഘോഷത്തിന്റെ ക്രമം എന്താണ്? പ്രധാനമായിട്ടും 6 പോയിന്റുകളിലൂടെയാണ് ഈ ഉത്തരം നമ്മൾ കാണുക. 1. എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. കാർമികൻ ക്രിസ്തു തന്നെ, പ്രതിനിധിയായിട്ട് മെത്രാൻ അല്ലെങ്കിൽ പുരോഹിതൻ വരും. 2. വചന ശുശ്രൂഷ, പഴയ നിയമം, ലേഖനങ്ങൾ, സുവിശേഷങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 3. കാഴ്ചവസ്തുക്കളുടെ സമർപ്പണം, അപ്പവും വീഞ്ഞും അൾത്താരയിലേക്ക് സമർപ്പിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ ദാനങ്ങൾ ക്രിസ്തുവിന്റെ കൈകളിലേക്ക് നൽകുന്നു. 4. പാവങ്ങൾക്ക് നൽകാനുള്ള ദാനങ്ങൾ,
ദാനശേഖരണത്തിന്റെ ശൈലി അവിടെ കാണും. 5 സ്തോത്രയാഗ പ്രാർത്ഥന. ഇതില് 5 സബ് പോയിന്റ്സ് വരുന്നുണ്ട്. സ്തോത്രയാഗ പ്രാർത്ഥനയില് ആമുഖ പ്രാർത്ഥന, റൂഹാക്ഷണ പ്രാർത്ഥന, സ്ഥാപന വിവരണം, അനുസ്മരണ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ. മെയിനായിട്ടുള്ള അവസാനത്തെ 6ാമത്തെ പോയിന്റ് ദിവ്യകാരുണ്യ സ്വീകരണം. ക്രിസ്തു ശരീരരക്തങ്ങൾ വിശ്വാസികൾ സ്വീകരിക്കും. ചോദ്യം നമ്പർ 90ലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ ഫലങ്ങൾ ഏവയെന്ന് വ്യക്തമാക്കുക. 9 പോയിന്റ്സിലൂടെയാണ് ഈ ഉത്തരം നമ്മൾ വിശദമാക്കുന്നത്. 1, ക്രിസ്തുവിനോടുള്ള നമ്മുടെ ഐക്യം വളർത്തുന്നു. ക്രിസ്തുവുമായുള്ള ഉറ്റ ബന്ധമാണ് ദിവ്യകാരുണ്യ സ്വീകരണത്തിന്റെ പ്രധാന ഫലം. 2, ആധ്യാത്മിക ജീവിതത്തിന് വിസ്മയനീയമായ ഉത്തേജനം നൽകുന്നു. ക്രൈസ്തവ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് ദിവ്യകാരുണ്യം പോഷണമാണ്. മരണത്തിന് മുൻപ് നമുക്ക് തിരുപ്പാഥേയമായിട്ടും അത് നൽകപ്പെടുന്നു. 3, പാപത്തിൽ നിന്ന് അകറ്റുന്നു. പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തം. 4, പരസ്നേഹത്തെ ശക്തിപ്പെടുത്തുന്നു. 5, ലഘുപാപങ്ങളെ തുടച്ചു നീക്കുന്നു. 6, ഭാവിയിൽ ഉണ്ടാകാവുന്ന മാരക പാപങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. 7, ഭൗതിക ശരീരത്തിന്റെ ഐക്യം. ദിവ്യകാരുണ്യം സഭയെ നിർമ്മിക്കുന്നു. അപ്പം ഒന്നേ ഉള്ളൂ, അതിനാൽ പലരായിരിക്കുന്ന നാം ഒന്നാണ്. 8, ദരിദ്രരോട് കടപ്പെട്ടവരാകുന്നു. സഹോദരങ്ങളെ തിരിച്ചറിയാൻ തക്ക രീതിയിൽ മറ്റുള്ളവർ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ. 9, ക്രൈസ്തവരുടെ ഐക്യം. എല്ലാവരും ഐക്യത്തിലാകാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. 5 മാർക്കിന്റെ 2 ചോദ്യങ്ങൾ ഉണ്ടാകും. അതിൻ്റെ 6 മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് അവസാനത്തെ 6 ചോദ്യങ്ങളിലൂടെ നമ്മളിപ്പോൾ ഡീൽ ചെയ്തത്. മൊത്തം 90 ചോദ്യങ്ങളാണ്. 84 ചോദ്യങ്ങൾ 2-3 വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ളതും 6 ചോദ്യങ്ങൾ 1 പേജിൽ കവിയാതെ ഉത്തരം എഴുതാനുള്ളതും ചേർത്ത് 90 ചോദ്യങ്ങളാണ് ഈ ഒറ്റ എപ്പിസോഡിൽ ഈ വർഷത്തെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന അധ്യാപകർക്ക് പഠനത്തിന് എളുപ്പത്തിന് വേണ്ടിയിട്ട് എപ്പിസോഡിൽ പ്രതിപാദിച്ചത്. എല്ലാ അധ്യാപകർക്കും പരീക്ഷ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി അത് അവതരിപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും.